നമസ്കാരം. ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്കാണ് നാം കടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും തൊഴിൽപരമായും അല്ലാതെയും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ആ സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് പ്രത്യേകിച്ചും തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാകുന്നു. ഈ സമയം തൊഴിൽപരമായ ഉയർച്ച നേടുവാനും തൊഴിൽ നിന്നും സാമ്പത്തികപരവും അല്ലാതെയുമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം തൊഴിൽ മാറുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. വിദേശത്ത് പോലും തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദേശത്ത് തൊഴിൽ ലഭിക്കുകയും അതേപോലെ തന്നെ ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിൽ മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമായി തന്നെ ഈ ദിവസങ്ങളെ പരാമർശിക്കാം. ധനപരമായ നേട്ടങ്ങൾക്കും ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനും ഈ സമയം ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. തടസ്സങ്ങളുണ്ട്, എന്നിരുന്നാൽ പോലും ആ തടസ്സങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകുവാൻ, തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആഗ്രഹിച്ച രീതിയിലുള്ള വിജയങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന കാര്യവും തീർച്ച തന്നെയാണ്. എന്നാൽ ഈ സമയം ഇഷ്ടദേവതയെ, പ്രത്യേകിച്ചും ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരും. പ്രത്യേകിച്ചും തൊഴിലുമായി നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. തൊഴിൽപരമായ ഉയർച്ച നേടുവാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ തൊഴിലിൽ ഉയർച്ച നേടുന്നതിനോടൊപ്പം പ്രശസ്തി വർദ്ധിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. വിദേശത്തും സ്വദേശത്തും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനും അതേപോലെ തൊഴിൽ മാറുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രത്യേകിച്ചും തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ പ്രത്യേകിച്ചും നോക്കുകയാണ് എങ്കിൽ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിജയകരമായി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി നിങ്ങൾക്ക് വിദേശത്ത് പോലും തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ഈ സമയം തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒഴിവാക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങൾ സ്വന്തമാക്കുവാനും ഈ സമയം തന്മൂലം സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തീർച്ചയായും ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കഠിനാധ്വാനം ചെയ്യേണ്ടതായ അവസരങ്ങളാണ് വന്നു ചേരുക. കഠിനാധ്വാനം ചെയ്യുന്നതിന് അനുസരിച്ച് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രത്യേകിച്ചും ജീവിതത്തിലേക്ക് കടന്നു വരും. തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ സന്തോഷം വന്നു ചേരുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പലതരത്തിലുള്ള ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം കഠിനാധ്വാനം ചെയ്യുമ്പോൾ
അത് ശരിയായ രീതിയിൽ സത്യസന്ധതയോടെ തന്നെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഈ സമയം ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിൽപരമായ മാറ്റം ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിനും അനുകൂലം തന്നെയാണ് ഈ സമയം. എന്നാൽ നിലവിലുള്ള തൊഴിലിൽ നിന്നുകൊണ്ട് തന്നെ മാറുന്നതാണ് ഏറ്റവും ശുഭകരം. അവിടെ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തി മാറുവാൻ ശ്രമിക്കുക. തൊഴിൽ കളഞ്ഞ് മുന്നോട്ട് പോകുന്നത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കാറ്, വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് അനുകൂലമായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഇരട്ടി ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനോടൊപ്പം പ്രശസ്തി വർദ്ധിക്കുവാൻ, പ്രശസ്തി വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും.